3.25. 4.25. 4.50. ഏട്ടാ 4.75. ഇങ്ങനെ തുക കുറച്ച് ലേലം വിളിച്ചോണ്ടിരുന്ന ഒടുവിൽ ഗിരീടിന് എത്ര തുകയാ കൈ കിട്ടുക? ഇത് നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നത്. ഗിരീടിന് എന്താ അത് ചിന്തിക്കാത്തത്? 6 ലക്ഷം. 6.5 ലക്ഷം. 6.75. ഗിരീട്ടാ വാ പോവാ. അതിന്റെ ലേലം കഴിച്ചിട്ടില്ല. ലേലം കഴിയാൻ നിൽക്കണ്ട, വാ പോവാ. വരാനാ പറഞ്ഞ്, വാ. പാറു, നീ എന്തായി പറയുന്നത്? വാ പാറു, പാറു വരാൻ. വിട്ടെ, നീ എന്നെ വിളിച്ചോണ്ട് കേട്ടോ പോന്നെ. ലേലം കൂടുതൽ മതി, നമുക്ക് പോവാം, വാ. പോവാനോ? നീ എന്ത് വർത്തമാനായി പറയുന്നത്? ചിട്ടി പിടിക്കാനല്ലേ നമ്മൾ ഇവിടെ വന്നത്. അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പൈസ കിട്ടുന്നത്? ഈ ചിട്ടിയില്ല എന്റെ പ്രതീക്ഷ മുഴുവൻ. ഇത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ പണത്തിന് എവിടെ പോകുന്ന? പാറു വേണമെങ്കിൽ പൊയ്ക്കോ, ഞാൻ ചിട്ടി പിടിച്ചിട്ട് വരുന്നുള്ളൂ. ഗിരിയേട്ടാ, ഇനി ചിട്ടി പിടിക്കാൻ നിക്കണ്ട. പാറു, വെറുതെ എന്നെ തടസ്സപ്പെടുത്താൻ നിൽക്കരുത്. ഞാൻ വെറുതെ അല്ല പറയുന്നേ, കാര്യം ഉണ്ടായിട്ട് തന്നെ. എന്ത് കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗിരിയേട്ടൻ എന്ത് കണ്ടിട്ടാണ് തുക ഇങ്ങനെ കൂട്ടിക്കൂട്ടി വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു നിശ്ചയമില്ലാതെ തുക ഇങ്ങനെ കയറ്റി വിളിച്ചോണ്ടിരുന്നാലേ ഇതെവിടെ പോയി അവസാനിക്കും? ഇപ്പൊ തന്നെ ചിട്ടി തുകയെന്ന് രൂപ എത്ര കുറഞ്ഞെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 6 ലക്ഷം. 6 ലക്ഷമാണ് ഇപ്പൊ കുറഞ്ഞത്. ഇനിയും വിളിച്ചോണ്ടിരുന്നാലേ അത് വീണ്ടും കുറയും. 20 ലക്ഷം രൂപയെന്ന് 6 ലക്ഷം കുറഞ്ഞ പിന്നെ എത്ര തുക ബാക്കിയുണ്ട്? ഗിരിയേട്ട, ബുദ്ധിപൂർവ്വം ഇപ്പൊ ലേലത്തിൽ നിന്ന് ഒഴിവായില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതുകൊണ്ടാണ് ലേലത്തിൽ നിന്ന് ഞാൻ ഒഴിവാവാൻ പറയുന്നത്. ഗിരിയേട്ട, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്ക്. പാറു, അപ്പൊ ശ്രീധരൻ എങ്ങനെയാണ് കൊടുക്കുക? പാർച്ചേച്ചി പറഞ്ഞത് ശരിയാ. നഷ്ടം വരുമെന്ന് എനിക്കും തോന്നി. പക്ഷേ ഏട്ടനോട് അതെങ്ങനെ പറയൂന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഞാൻ. അത് മാത്രമല്ല, ആ ദേവരാജൻ എന്തോ കരുതി കൂട്ടി വന്നതുപോലെ എനിക്ക് തോന്നിയത്. ഗിരിയേട്ടൻ ഒരിക്കലും ആ ചിട്ടി പിടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശം അയാൾക്കുള്ളതുപോലെ. എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ചിട്ടി എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മറ്റൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ശരിയാണ്, 6.5 ലക്ഷം കിഴിവും പോയിട്ട് പിന്നെ കിട്ടുന്ന പണത്തിന് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ്. പക്ഷെ രത്നയുടെ ശ്രീധനത്തിന് വേണ്ട പണത്തിന് ഞാൻ ഇനി എന്ത് ചെയ്യും? ഓരോ വഴികളായിട്ട് അടയാണല്ലോ. ഗിരിയേട്ട, സമാധാനായിട്ടിരിക്കെ. നമുക്ക് വേറെന്തെങ്കിലും ഒരു വഴി കാണാം. എന്തെങ്കിലും ഒരു വഴി തെളിയും. നിങ്ങൾ കാറി കയറ്, നമുക്ക് ഇവിടുന്ന് പോവാം, വാ. ഇനി ആലോചിച്ച് നിൽക്കാതെ വന്നേ, വാ പോവാ. ലേലത്തിന് പറഞ്ഞയച്ചിട്ട് ആ മരക്കഴുത ഇതുവരെ വിളിച്ചില്ലല്ലോ. ലേലം കഴിയാറായില്ല ഇതുവരെ.